പഴകിയ മത്സ്യം കഴിച്ച് ഭക്ഷ്യവിഷബാധയേറ്റ് നിരവധി പേർ തലസ്ഥാനത്ത് ചികിത്സ തേടിയിട്ടും ആവശ്യത്തിന് പരിശോധനകൾ നടക്കുന്നില്ലെന്ന് പരാതി. ട്രോളിംഗ് നിരോധനത്തിന് മുമ്പ് തമിഴ്നാട്ടിലും പരിസരങ്ങളിൽ നിന്നുമായി ചെറിയ തോതിലായിരുന്നു മീൻ എത്തിയിരുന്നതെങ്കിൽ നിലവിൽ മാർക്കറ്റുകളിലേക്ക് മീനുകളുടെ വരവ് കുത്തൊഴുക്കാണ്. ഭക്ഷ്യവിഷബാധയേറ്റ് ചികിത്സയിൽ കഴിയുന്നതിനിടെ വിവിധയിടങ്ങളിൽ വളർത്തുമൃഗങ്ങൾക്ക് ജീവഹാനി വരെയുണ്ടായി. 100ഓളം പേർ ചികിത്സ തേടിയിട്ടും ആരോഗ്യ ഭക്ഷ്യ സുരക്ഷാ വകുപ്പുകളുടെ പരിശോധന ശക്തമാകുന്നില്ലെന്നാണ് ആരോപണം. കഴിഞ്ഞ ഒരാഴ്ചക്കിടെ 100-ലധികം പേർക്കാണ് പഴകിയ മീൻ കഴിച്ചതിനെ തുടർന്ന് ഭക്ഷ്യവിഷബാധയേറ്റത്. ഇതിൽ ഒരു കുടുംബത്തിലെ 5 പേർ ഉൾപ്പെടെ 10 വയസ്സിൽ താഴെയുള്ള കുട്ടികൾ വരെ ആശുപത്രിയിലായി. കടുത്ത ചൊറിച്ചിൽ, ഛർദി, വയറിളക്കം, കാലുകളിൽ നീര് എന്നിവയായിരുന്നു പ്രധാന രോഗലക്ഷണങ്ങൾ. മുതിർന്നവർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും കുട്ടികൾ SAT ആശുപത്രിയിലും ചികിത്സ തേടി. പലർക്കും എന്താണ് സംഭവിച്ചതെന്ന് പോലും അറിയില്ലായിരുന്നു. ഈ സംഭവങ്ങൾക്ക് പിന്നാലെ ആര്യനാട് മീൻ മാർക്കറ്റ് നിരീക്ഷണത്തിലാണ്. ദിവസങ്ങളുടെ പഴക്കമുള്ള മീനുകൾ രാസവസ്തുക്കൾ ചേർത്ത് പുതുമയുടെ മേമ്പൊടിയിട്ട് വിപണിയിലെത്തിക്കുന്ന കച്ചവട തന്ത്രമാണ് ഈ ദുരന്തത്തിന് പിന്നിലെന്ന് പരാതി ഉയരുന്നു. മീനിന്റെ ഉറവിടം, സംഭരണ രീതി, യാത്രാസമയം എന്നിവയൊന്നും പലപ്പോഴും കൃത്യമായി ലഭ്യമല്ലത്രേ. തിരുവനന്തപുരം ജില്ലയിലെ പല ഭാഗങ്ങളിലേക്ക് മീൻ വിതരണം ചെയ്യുന്ന ഒരു പ്രധാന കേന്ദ്രമായ ആര്യനാട് മാർക്കറ്റിൽ ദിനംപ്രതി 100 കണക്കിന് കണ്ടെയ്നർ ലോറികളിലാണ് മീൻ എത്തുന്നത്. ഇവിടെ നിന്ന് ചെറിയ വാഹനങ്ങളിൽ മീൻ ജില്ലയുടെ മുക്കിലും മൂലയിലും എത്തുന്നു. ആരോഗ്യവകുപ്പും ഭക്ഷ്യസുരക്ഷാ വകുപ്പും വിഷയത്തിൽ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. മീൻ വാങ്ങുമ്പോൾ ഗുണനിലവാരം ഉറപ്പാക്കണമെന്നും അസ്വാഭാവിക ഗന്ധമോ നിറവ്യത്യാസമോ ഉണ്ടെങ്കിൽ ആ മീനിനോട് നോ പറയാൻ മടിക്കരുതെന്നും അധികൃതർ മുന്നറിയിപ്പ് നൽകുന്നു. ദിവസങ്ങളുടെ പഴക്കമുള്ള മത്സ്യങ്ങൾ പോലും ഐസും മറ്റ് രാസവസ്തുക്കളും ഉപയോഗിച്ച് പുതുമ ഉള്ളതുപോലെ വിപണിയിൽ എത്തുന്നതായി വ്യാപക പരാതി ഉയരുന്നുണ്ട്. മത്സ്യം പിടിച്ച ശേഷം ഉപഭോക്താവിന്റെ കൈകളിൽ എത്തുന്നതുവരെ പാലിക്കേണ്ട ശീതീകരണ സംവിധാനങ്ങളിൽ ഉണ്ടാകുന്ന വീഴ്ചകൾ ഭക്ഷ്യവിഷബാധയ്ക്ക് കാരണം ആകാമെന്ന് ആരോഗ്യ വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നു. ആവശ്യമായ താപനിലയിൽ സൂക്ഷിക്കാത്തതോ ദീർഘദൂരം വാഹനങ്ങളിൽ എത്തിക്കുന്നതിനിടെ ശീതീകരണം നഷ്ടപ്പെടുന്നതോ മത്സ്യത്തിൽ ബാക്ടീരിയ വളരുന്നതിനും വിഷാംശങ്ങൾ രൂപപ്പെടുന്നതിനും ഇടയാക്കും. പ്രത്യേകിച്ച് പഴകിയ മത്സ്യങ്ങളിൽ പലതരത്തിലുള്ള രാസസംയുക്തങ്ങളുടെ അളവ് വർദ്ധിക്കാനുള്ള സാധ്യതയും കൂടുതലാണ്. ഇത്തരം മത്സ്യങ്ങൾ ഭക്ഷിക്കുന്നവരിൽ ഛർദി, വയറിളക്കം, ശരീരത്തിൽ ചൊറിച്ചിൽ, തലചുറ്റൽ, പനി, അലർജി ഇതുപോലുള്ള പ്രതികരണങ്ങൾ എന്നിവയുണ്ടാകാം. ആര്യനാട് മത്സ്യ മാർക്കറ്റിലേക്ക് എത്തുന്ന മത്സ്യങ്ങളുടെ ഗുണനിലവാരം പരിശോധിക്കുന്നതിനും സംഭരണ വിതരണ സംവിധാനങ്ങൾ കർശനമായി നിരീക്ഷിക്കുന്നതിനും ഭക്ഷ്യസുരക്ഷാ വകുപ്പ് അടിയന്തര പരിശോധന നടത്തണമെന്ന ആവശ്യവും ഉയർന്നിട്ടുണ്ട്. കൂടുതൽ പേർ ആശുപത്രിയിലായതോടെ ആരോഗ്യവകുപ്പ്, ഭക്ഷ്യസുരക്ഷാ വകുപ്പ് അധികൃതർ അന്വേഷണം ആരംഭിച്ചു. മത്സ്യം വാങ്ങുമ്പോൾ ഗുണനിലവാരം ഉറപ്പാക്കണമെന്നും അസ്വാഭാവിക ഗന്ധമോ നിറവ്യത്യാസമോ ഉള്ള മത്സ്യങ്ങൾ വാങ്ങരുതെന്നും ആരോഗ്യവകുപ്പ് അധികൃതർ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ഇക്കഴിഞ്ഞ ദിവസം ഊഴമലയ്ക്കൽ ചാരുമൂട്ടിൽ മത്സ്യം കഴിച്ചതിനെ തുടർന്ന് ഭക്ഷ്യവിഷബാധയേറ്റ് ഒരു കുടുംബത്തിലെ 5 പേർ ആശുപത്രിയിൽ ചികിത്സ തേടിയതോടെയാണ് ഇത്തരത്തിൽ ആശങ്ക ഉയർന്നത്.